ഞാനിന്ന് നിൽക്കുന്നത് മെയ്താൻ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. മെയ്താൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എറണാകുളം എടുത്തു കഴിഞ്ഞാൽ പനമ്പള്ളി നഗർ, ജവഹർ നഗർ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം എടുത്തു കഴിഞ്ഞാൽ ജവഹർ നഗർ പറയുന്ന പോലെ പ്രീമിയം ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്ന മെയ്താൻ. മെയ്താൻ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ദുബായ് ആണ്. ഇവിടുന്ന് 15 മിനിറ്റ്സേ ഉള്ളൂ ബുർജ് ഖലീഫ സൈഡിലേക്ക് പോകാനായിട്ട്. അലൈൻ റോഡിലേക്ക് പോകാനായിട്ട് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ്, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ഏത് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഡ്രൈവിൽ നമുക്ക് മേജർ ലൊക്കേഷനിൽ എത്താൻ പറ്റും. അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജും. ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിറ്റിയാണ്, ഹാൻഡ് ഓവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ടൗൺ ഹൗസ് കാണിച്ചുതരാം. ഈ ടൗൺ ഹൗസസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എല്ലാം വെൽ പ്ലേസ്ഡ് ആയിട്ട് സ്കൂൾസ്, ഈ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ അതിനകത്ത് തന്നെ ഇന്ന സ്കൂൾസ് ഉണ്ട്, മോസ്ക് ഉണ്ട്, എല്ലാ ഗാർഡൻസ്, ഒരു ഡേ ടു ഡേ കമ്മ്യൂണിറ്റിക്ക് ഉള്ളതെല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് ഈ ടൗൺ ഹൗസ്, ഇതൊരു 3 ബെഡ്റൂം പ്ലസ് ഗ്രൗണ്ട്, ഒരു സ്റ്റഡി പ്ലസ് ഒരു മെയ്ഡാണ്. ഞാനിതിൻ്റെ ആദ്യം ഔട്ട് സൈഡ് ഒന്ന് കാണിച്ചുതരാം. ഈ വരുമ്പോഴത്തേക്ക് അത് 2 കാർ പാർക്കുണ്ട് നമുക്കവിടെ. ഇവിടുന്ന് ഈ വരുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ്. ഇതിപ്പം വർക്ക് കഴിഞ്ഞ് ഹാൻഡ് ഓവർ നടക്കുന്നുള്ളൂ, സ്നാഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ്. ഇതിപ്പോൾ നമുക്ക് ഡൈനിങ് റൂമിലേക്കൊക്കെ പോകാനും ലിവിങ്ങിലേക്ക് അവിടെ നിന്ന് ആക്സസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഡോർ ഇവിടെ നിന്നാണ് വരിക. ഇതൊരു സേബോട്ട് ഒരു 8 ഫീറ്റ് ഹൈറ്റിന് ഉദ്ദേശമുണ്ടാവും. ഞാൻ 6, അപ്പോൾ ഒരു 8 ഫീറ്റ് ഉണ്ട്. ഡോറ് തുറന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ വരിക. ഈ കിച്ചൺ ഒന്ന് കാണിച്ചേക്ക്. കിച്ചൺ ഇതാണ്. ഓപ്പൺ കിച്ചൺ ഫുള്ളി ഫിറ്റഡ് ആണ്. ലൈക്ക് ഫ്രിഡ്ജ് എല്ലാം ഇൻബിൽഡ് ഉണ്ട്. ഇതെല്ലാം ഫുള്ളി ഫിറ്റഡ്. ഇതെല്ലാം ഇത് ബ്രാൻഡ് ന്യൂ വില്ലയാണ്, ഈ ടൗൺ ഹൗസാണിത്. ഒരു വാഷ് ഏരിയ, again ഇത് മൈക്രോവേനും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു ഡൈനിങ് ഏരിയ വരിക. ലിവിങ്ങും ഡൈനിങ്ങും കൂടെ നമുക്കത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടുന്ന് ആക്സസ് ഈ 2 പോയിന്റിലേക്ക് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഏരിയയിലേക്ക് പോകാനുള്ള ആക്സസും ഉണ്ട്. ഇനി ഇവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂമും കബോർഡ്സും എല്ലാം ഉണ്ട്. ഇതാണ് വരിക. ഇതൊരു വാഷ്റൂമും ഉണ്ട് അറ്റാച്ച്ഡ്. അപ്പോൾ നമ്മുടെ പേരൻസിനോ പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന ചെറിയൊരു ബെഡ്റൂമാണ്. ഇത് പൗഡർ റൂം ഫോർ ഗസ്റ്റ്. ഇതൊരു മെയ്ഡ്സ് റൂമാണ്. ഈ മെയ്ഡ്സ് റൂം എന്ന് പറഞ്ഞാലും ഇതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് റൂമും ഉണ്ട്, ഒരു വാഷ്റൂമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നെങ്കിൽ വേണമെങ്കിൽ സ്റ്റഡി റൂം ആക്കാം, അല്ലെങ്കിൽ ഒരു മിനി ഓഫീസ് ആക്കാം, മെയ്ഡ്സ് റൂം ആക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്റ്റോറേജിനും സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും യൂട്ടിലിറ്റീസ് വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു വാഷ്റൂമുണ്ട്. ഇതാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ. നമുക്ക് പിന്നെ നേരെ സ്റ്റെയർ പോവാം. സ്റ്റെയർ ഇതൊരു 3 ഫീറ്റ് വിഡ്ത്തിലുള്ള അത്യാവശ്യം ഹോൾഡ് ചെയ്യാനായിട്ട് എൽഡർലി ആൾക്കാരുടെയും ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹാൻഡ് റെയിലും പോയിട്ടുണ്ട്. പാർട്ടീഷൻ കവർ ചെയ്ത് പോയിരിക്കുക. ഇവിടുന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ 2 ബെഡ്റൂംസ് കൂടെ ഉണ്ട്. ഇത് ചെറിയൊരു ഹോള് പോലെ കൊടുത്തത്, ചെറിയൊരു ലിവിങ്, ഫാമിലി ലിവിങ്ങിന് പറ്റിയ ഒരു ചെറിയ സ്പേസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു തിയേറ്റർ റൂം ആക്കണമെങ്കിലും ആക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് ആക്കാം നമുക്ക്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം. അവർക്ക് അത്യാവശ്യം കബോർഡ്സും സ്റ്റോറേജ് സ്പേസസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വരുന്നതിനും ഒരു ബാൽക്കണിയും കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബെഡ്റൂം. ഇതൊരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ബാൽക്കണി എന്നുള്ള വ്യൂ കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇതൊരു സാമ്പിൾ കാണിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ കമ്മ്യൂണിറ്റി വില്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കണക്ട് ചെയ്താൽ ഞങ്ങൾ ഇതുപോലത്തെ വേറെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരാം. ഇതാണ് കമ്മ്യൂണിറ്റിയുടെ ഔട്ട് സൈഡ്. ലാൻഡ്സ്കേപ്പ് അപ്പുറത്തോ ഉണ്ട്, അത് നമ്മൾ കാണിക്കുന്നത് ശരിയല്ല, എന്നാലും കാണിക്കുമല്ലോ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക്. പിന്നെ ഇവിടുന്ന് ബാക്ക് കിടന്നതാണ്. ഈ ടൗൺ ഹൗസസിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കുക, കാണാത്ത കണ്ടില്ലേ. അപ്പോൾ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാൾ ഷെയറിങ്ങാണ് വന്നിരിക്കുന്നത് എല്ലാം. നേരത്തെ പറഞ്ഞ ഒരു പൗഡർ റൂം, ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ഫാമിലി ലിവിങ്ങിനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് ഒരു ഫാമിലി സ്പേസ് വരിക. അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇവിടുന്ന് ഒരു ബാൽക്കണി പോകുന്നുണ്ട്. ഈ ബാൽക്കണി വ്യൂവും എഗെയിൻ വെളിയിലോട്ട് ഈ ടൗൺ ഹൗസസും കാര്യങ്ങളിലേക്ക് തന്നെയുള്ളൊരു വ്യൂ ആണ്. ഈ കാണുന്നുണ്ട് ഇവിടുന്ന്. ഇത് അത്യാവശ്യം ടൗൺ ഹൗസസ് ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ടൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ അവിടെ എല്ലാം സ്കൂൾ പിള്ളേരെ വിളിച്ചിട്ട് പോകുന്ന വഴിയാണ് ഇതെല്ലാം. ഈ കാണുന്നതൊക്കെ അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വെളിയിൽ നിന്നുള്ളൊരു വ്യൂ. ദെൻ 2 more ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 ബെഡ്റൂംസ് വിത്ത് ലിവിങ് ഏരിയ ആണുള്ളത്.
ഇത് അഗൈൻ ഒരു കോമൺ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം. ഇതിന് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ബെഡ്റൂമിനും, അതായത് 3 ബെഡ്റൂം മേളിലുള്ളതിലും ബാൽക്കണീസ് ഉണ്ട്, പിന്നെ ലിവിംഗ് റൂമിനും ബാൽക്കണി ഉണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതും അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ കിഡ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്നതിനും അവരുടെ പ്രൈവസിയും കൊടുക്കാം. പ്ലസ് ഇതൊരു കോമൺ വലിയൊരു കാരണം ഫേസിങ് ദ കമ്മ്യൂണിറ്റി, അത്യാവശ്യം വലിയൊരു കമ്മ്യൂണിറ്റിയായി നിൽക്കുന്നതിനാണ്ടിൽ ഈ ബാൽക്കണി അത്യാവശ്യം നല്ല വലിയ ബാൽക്കണിയാണ്. സാധാരണ ഇതുപോലത്തെ ബാൽക്കണീസ് കാണുന്നതും കുറവാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലെ. 2 ബെഡ്റൂംസാണ്. ഇതും വേറൊരു ബെഡ്റൂമാണ്. ഇതൊരു ഒരെണ്ണം നമ്മൾ എൻട്രി ചെയ്തത്. ഞാൻ ആ ബെഡ്റൂം കൂടെ കാണിച്ചുതരാം. ഇതാണ് ബെഡ്റൂം. അഗൈൻ കയറുമ്പോൾ ഇതിനകത്തൊരു വാഷ്റൂം കൂടെ ഉണ്ട്. ഇത് അഗൈൻ ഒരു സ്മോൾ ബെഡ്റൂം ഫോർ ദ കിഡ്സ് ഓർ ഫോർ ദ എൽഡർലി പീപ്പിൾ ഓർ ഹൂർ ഇറ്റ്, ദാറ്റ്സ് അപ് ടു യുവർ ഫാമിലി, സൈസ് ഓഫ് യുവർ ഫാമിലി. ഇത് അഗൈൻ നേരത്തെ കാണിച്ച ബാൽക്കണിയിലത്തെ. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൗൺ ഹൗസ്. ഇത് ഞാൻ സാമ്പിൾ ക്വിക്ക് വാക്ക് ത്രൂ എടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കുക. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലോ അല്ലെങ്കിൽ ലൊക്കേഷൻസിലോ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൗൺ ഹൗസസ് നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് അസ്. വി ഹാവ് എ കപ്പിൾ ഓഫ് ഓപ്ഷൻസ് നൗ. പുതിയ ഇൻവെൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ട്. പ്രൈസസ് വരുമ്പോഴത്തേക്ക് വി ഹാവ് സ്റ്റാർട്ട്സ് വിത്ത് 3 million to say about 8 million, 10 million വരെ ഉള്ളതുണ്ട്. അതിന് ശേഷമുള്ളത് വലിയ കമ്മ്യൂണിറ്റിയിലുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. 25 million, 100 million. നിങ്ങളുടെ ബഡ്ജറ്റ് ഉള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹെൽപ്പ് യു ഔട്ട് ടു ഗെറ്റ് ദ റൈറ്റ് പേ. താങ്ക് യു.